ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി പ്രോ ലീഗ് എന്ന് പറഞ്ഞ ആ ഒരു മൈൽ സ്റ്റോൺ ഇപ്പോഴും വലിഞ്ഞ് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അൽ നാസർ അൽ ഹിലാലും കൂടി കളിച്ച ആ ഒരു മാച്ചിൽ കിടിലൻ മാച്ചായിരുന്നു. മാച്ച് 1-1 എന്ന് പറഞ്ഞ സ്കോർ ലൈനിലാണ് ഡ്രോ ആയത്. സോ മാച്ചിലേക്ക് വരികയാണെങ്കിൽ അൽ നാസർ അവസാനം കൊണ്ട മാച്ച് തൊലച്ചതാണ്. കാരണം ആ ഒരു ത്രോയിനിൽ നിന്നൊക്കെ അത്രയും എന്താ പറയുക, സില്ലിയായിട്ട് എടുക്കാൻ പറ്റിയ ബോൾ ബെൻഡോടെ കൈൻ്റെ ഇടയിൽ കൂടി പോയി അത് മിസ്സായി ഗോൾ വയാക്കാൻ അൽ നാസർ 1-1 പറഞ്ഞൊരു സ്കോർ ലൈനിലാണ് ഡ്രോ ആയത്. സോ കോമാനൊക്കെ 45-ാമത്തെ മിനിറ്റിലൊക്കെ ഒരു എന്താ പറയുക ബോണോ മാത്രം മുന്നിൽ നിന്നൊരു കിട്ടിലൻ ചാൻസൊക്കെ കിട്ടിയാണ്. സോ അൽ നാസറിന് കപ്പടിക്കാൻ പറ്റിയ ഒരുപാട് ചാൻസുകളൊക്കെ കിട്ടിയാണ്. പക്ഷെ അതെല്ലാം എന്താ പറയുക എന്താ പറയുക ഇപ്പോഴും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവസാനത്തെ ആ ഒരു മാച്ച് വീക്ക് വരെ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും ടമാക്കോ ആയിട്ടുള്ള ഒരു മാച്ച് വീക്കിൽ. സോ ടമാക്കോ ആയിട്ടുള്ള മാച്ചിൽ അൽ നാസർ അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ എങ്കിലും ആയാൽ അൽ നാസറിന് കപ്പ് കിട്ടും. പക്ഷേ എന്താ പറയുക അപ്പോഴും ഡ്രോ ആയാൽ പോലും അൽ ഹിലാൽ അപ്പുറത്തുള്ള മാച്ച് 2 കളിയും ജയിക്കുന്നത് അൽ നാസറിനെക്കാട്ടിയും കൂടുതൽ ഗോൾ ഡിഫറൻസിലാണെങ്കിൽ അവിടെ അൽ നാസറിന് പ്രതീക്ഷയില്ല. സോ അൽ നാസറിനെ ടമാക്കോ ആയിട്ടുള്ള ലാസ്റ്റ് വിന്ന് പിന്നെയും മസ്റ്റ് വിന്നായിട്ടുള്ളൊരു മാച്ചാണ്. സോ പിന്നെയും ആ ഒരു പ്രഷർ സിറ്റുവേഷനിലായിട്ട് അൽ നാസർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മാച്ചിലേക്ക് വരികയാണെങ്കിൽ അൽ നാസറിൻ്റെ ആ ഒരു ടീമിൽ ഏറ്റവും ബെറ്ററായിട്ട് കളിച്ചത് സിമാക്കനാണ്. അതേപോലെ തന്നെ എന്താ പറയുക പുള്ളിക്കാരൻ ഒരു ഗോളും നേടി. പിന്നെ സിമാക്കൻ അല്ലാണ്ട് അൽ നാസറിൻ്റെ മറ്റൊരു സെൻട്രൽ ബാക്കായ അൽ അമ്രിയും ഈ ഒരു മാച്ചിൽ കിടിലായിട്ട് തന്നെയാണ് കളിച്ചത്. പക്ഷേ എന്താ പറയുക അവസാനത്തെ ആ ഒരു മിസ്റ്റേക്ക് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റത്തെ ആ ഒരു മാച്ച് വീക്കിലേക്കൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെർഫോമൻസൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം എന്താ പറയുക കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. എന്താ പറയുക പുള്ളിക്കാരൻ ഒരു ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്നൊക്കെ ഒരു കിട്ടിലൻ ട്രൈ ഒക്കെ നടത്തിയായിരുന്നു. പക്ഷേ ഒരു ബോണോൻ്റെ കിട്ടില സേവിൽ അത് മിസ്സായിപ്പോയി. സോ എന്താ പറയുക ഇപ്പോൾ കറൻറ്റ്ലി അൽ നാസർ 5 പോയിൻറ്റിൽ ലീഡൊക്കെ ഉണ്ട്. നമുക്ക് അവസാനത്തെ ആ ഒരു മാച്ച് വീക്കിലേക്കൊക്കെ നോക്കാം. എന്താ പറയുക എനിക്ക് അൽ നാസർ കപ്പടിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ എന്താ പറയുക അതിപ്പോഴും ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മനസമാധാനം കിട്ടുന്നില്ല. സോ ഗൈസ് അപ്പോൾ ഈ ഒരു അൽ നാസറും അൽ ഹിലാലും തമ്മിലുള്ള ഈ ഒരു മാച്ചിലെ ഈ ഒരു പെർഫോമൻസിനെ പറ്റി നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.